ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴക്കെടുതി രൂക്ഷമാവുകയാണ്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കം ജനജീവിതം ദുസ്സഹമാക്കി. മഹാരാഷ്ട്രയിൽ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ കാണാതായ 9 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ജമ്മുകശ്മീരിൽ സലാൽ ഡാം തുറന്നതോടെ പാകിസ്ഥാനിലേക്ക് ചെനാബ് നദിയിലൂടെ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വെള്ളമെത്തി. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നാളെ വരെ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണ രോഹിണിയിലെ കെട്ടിടത്തിനുള്ളിൽ നിന്ന് 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി പുറത്തെടുത്തു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 4 ആവുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ഉത്തരാഖണ്ഡിലും മഴ കനത്തതോടുകൂടി ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ സ്കൂളുകൾക്ക് അവധി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. നോയിഡ, ഫരീദാബാദ്, ഗാസിയാബാദ് തുടങ്ങിയ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. ഉത്തർപ്രദേശിലും മുഖ്യമന്ത്രി കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 13-ാം തീയതി വരെ വടക്ക് കിഴക്കൻ ഉത്തർപ്രദേശിലെ ജില്ലകളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഗുജറാത്തിലെ സൂറത്താണ് മഴക്കെടുതിയിൽ രൂക്ഷമായി വലഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട പാതകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായതോടെ ഇവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നതിനും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലെ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി ബാധിച്ചതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായതും മഹാരാഷ്ട്രയിലാണ്. മാലിന്യ കൂമ്പാരം ഇടിഞ്ഞ് കെട്ടിടത്തിനുള്ളിലേക്ക് വീണതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഇനിയും 9 പേരെ കണ്ടെത്താനുണ്ട്. ആദ്യഘട്ടത്തിൽ 5 പേർ രക്ഷപ്പെടുകയും പിന്നീട് രാത്രിയോടുകൂടി 9 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. സബർബൻ മേഖലയിലെ ട്രെയിൻ സർവീസുകളെയും കാര്യമായി മഴ ബാധിച്ചിട്ടുണ്ട്. മുംബൈ, താനെ, പൂനെ, പൽഗർ, കൊങ്കൺ തുടങ്ങിയ മേഖലകളിൽ റോഡ് ഗതാഗതത്തെയും മഴ രൂക്ഷമായി ബാധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ സഹായവും നൽകാമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. ഗോദാവരി നദി കരകവിഞ്ഞൊഴുകുകയാണ് പലയിടത്തും. പാൽഗഡ് ജില്ലയിലെ പാതാൾഗംഗ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്ന് 3000 സിലിണ്ടറുകളാണ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയത്. ഉത്തരാഖണ്ഡിലും കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. എന്നാൽ അപകട മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിനാൽ തന്നെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ക്യാമറാമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.